സംസ്ഥാന സർക്കാരിന്റെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂലൈ മാസത്തിലെ ആദ്യ വിതരണ അറിയിപ്പുകളെത്തി. പുതിയ സർക്കാരിന്റെ 5 ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വർധനവ് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരുന്നു. പെൻഷൻ വിതരണ നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ച സാഹചര്യത്തിൽ 26.67 ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് പുറമെ 7 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട് കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും. ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന 24 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും 8 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കുള്ള വിതരണവുമാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത്. ഈ സാഹചര്യത്തിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ അർഹത, വിതരണം, മാനദണ്ഡങ്ങൾ, നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് പുതിയൊരു ഉത്തരവ് കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള ഭൗതിക സാഹചര്യ പരിശോധനകളിൽ 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള വീടുള്ളവർ, AC ഉള്ള വീടുകൾ, ആധുനിക രീതിയിൽ ഫ്ലോറിംഗ്, റൂഫിംഗ് എന്നിവ നടത്തിയിട്ടുള്ള വീടുകൾ, മറ്റ് പെൻഷൻ ഗുണഭോക്താക്കൾ, വീട്ടിലുള്ള ആളുകൾ, 1 ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ള വീടുകൾ എന്നിവയുള്ള ഗുണഭോക്താക്കളെ കണ്ടെത്തി പുറത്താക്കുന്ന നടപടികൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചു. വിധവ, അവിവാഹിത പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ പുനർവിവാഹിതരായിട്ടില്ല എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ സമർപ്പിക്കണമെന്നുള്ള അറിയിപ്പുകൾ നേരത്തെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും സെക്രട്ടറിമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അറിയിപ്പുകൾ ലഭ്യമായിട്ടുള്ള ഗുണഭോക്താക്കൾ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ 30 അവസാനിച്ചെങ്കിൽ പോലും ഗുണഭോക്താക്കൾക്ക് ഇനിയും സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാത്ത മുറയ്ക്ക് ജൂലൈ മാസം മുതലുള്ള വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഇവർക്ക് മുടങ്ങുന്നതായിരിക്കും. ജൂലൈ മാസം മുതൽ ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് വലിയൊരു പെൻഷൻ വിതരണ നടപടിയാണ്. ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ വർധനവ് വരുത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഇതോടൊപ്പം തന്നെ ഭിന്നശേഷി നേരിടുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുകയിൽ 25% വരെ വർധനവുണ്ടാകുമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിരിക്കുകയാണ്. പെൻഷൻ തുക 25% വർദ്ധിപ്പിച്ചു നൽകുന്നത് ഭിന്നശേഷി നേരിടുന്ന ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായി തീരും. ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക ഉത്തരവ് വരുന്ന ആഴ്ചയിൽ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സാമൂഹ്യ സുരക്ഷാ പെൻഷന് പുറമെ കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് കാലങ്ങളോളമായി പെൻഷൻ തുക കുടിശ്ശികയായി കിടക്കുകയാണ്. ഇവർക്കുള്ള കുടിശ്ശിക വിതരണം ഓണത്തോടനുബന്ധിച്ച് വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുമെന്ന് ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഗുണഭോക്താക്കൾക്ക് എല്ലാ മാസവും 1 മുതൽ 20 വരെയുള്ള കാലയളവിൽ പെൻഷൻ ഗുണഭോക്താവ് ജീവിച്ചിരിക്കുന്നു എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ പഴയ പെൻഷൻ ഗുണഭോക്താക്കൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ള അവരുടെ മൊബൈൽ നമ്പറുകൾ പെൻഷൻ അനുവദിക്കപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമർപ്പിച്ച് അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ള അറിയിപ്പുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. 200 മുതൽ 500 വരെയുള്ള കേന്ദ്രവിഹിതം ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കൈമാറുന്നത്. അതിനാൽ തന്നെ അക്കൗണ്ട് ആധാരധിഷ്ഠിതമല്ലാത്ത ഗുണഭോക്താക്കൾക്ക് കേന്ദ്രവിഹിതം തുടർന്നുള്ള മാസങ്ങളിലും മുടങ്ങുന്നതാണ്. ജൂലൈ മാസത്തിലെ പെൻഷൻ തുക വിതരണം വരുന്ന ആഴ്ച മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ വർദ്ധിപ്പിച്ച പെൻഷൻ തുകയടക്കം ഏറ്റവും അർഹതപ്പെട്ട ഗുണഭോക്താക്കളിലേക്ക് ഏറ്റവും പുതിയതായി തയ്യാറാക്കപ്പെട്ട വാർഡ് അടിസ്ഥാനമാക്കിയുള്ള വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുന്നതാണ്. ഓണത്തോടനുബന്ധിച്ചുള്ള കൂടുതൽ ആനുകൂല്യങ്ങൾ ഉടൻ തന്നെ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.